ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കാരണവർക്ക് അടുപ്പിലും ആവാന്ന് പറയും. എന്നതുപോലെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അവസ്ഥ. തേക്കിൻകാട് മൈതാനിയിൽ അദ്ദേഹം മിനിഞ്ഞാന്ന് വന്നുപോയി. വലിയ തള്ളെല്ലാം തള്ളി. എത്ര വലിയ അസൗകര്യങ്ങളാണ്, എന്തെല്ലാം ആചാര ലംഘനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അവിടേക്കുള്ള വരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് എന്ന് നോക്കൂ. ആ തേക്കിൻകാട്ടിലുള്ള ആൽമരങ്ങളുടെ ശിഖരങ്ങളെല്ലാം മൊട്ടയടിക്കപ്പെട്ടു. നേരത്തെ ഉണങ്ങിയൊരു കമ്പ് വെട്ടാൻ വന്നപ്പോൾ ആചാര സംരക്ഷകർ, RSSകാർ, സംഘപരിവാറുകാർ ഉറഞ്ഞു തുള്ളി വന്നതാണ്. ഇത് ശിവന്റെ ജടയാണ് എന്നാണ് വിശ്വാസം. തൊടാൻ സമ്മതിച്ചില്ല. ഇപ്പൊ ഉണങ്ങിയ കൊമ്പ് വെട്ടാൻ എന്നിരിക്കെ നായ്ക്കനാലിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ആലുകൾ വെട്ടിവെളുപ്പിച്ചു. യഥാർത്ഥത്തിൽ ഭക്തർക്കറിയാം, ആ ആലിനെ വരെ വണങ്ങിയിട്ടാണ് പലരും അകത്തേക്ക് പോകുന്നത്. ഒരു ചോദ്യവും ഉണ്ടായില്ല. ആചാരം ലംഘിക്കപ്പെട്ടു, ആർക്കും പ്രശ്നം ഉണ്ടായില്ല. മറ്റൊരു കാര്യം നോക്കൂ, 5 ദിവസം അവിടെ കൊട്ടിയടച്ചു, ആർക്കും പ്രവേശനമില്ല. ഇന്നലെ വരെ തുറന്നിട്ടില്ല പൂർണ്ണമായും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ ഇപ്പോൾ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് പോലും അമ്പലത്തിനകത്ത്. 41 ദിവസം വ്രതമെടുത്തിട്ടാണ് ആളുകൾ ദിവസേന തൊഴുകാൻ വരുന്നത്. അവരുടെ ആ പതിവ് പ്രാർത്ഥന മുടങ്ങിപ്പോയി. എന്താണ് കാര്യം? പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവിടെ കൊട്ടിയടച്ചു. ഭക്തർക്ക് പ്രവേശനമില്ല. ഇടതുപക്ഷക്കാർക്കല്ല, കമ്മ്യൂണിസ്റ്റുകാർക്കല്ല, ഭക്തർക്ക് പ്രവേശനമില്ല. ആ മട്ടിലാക്കി തീർത്തു. ഒരു പ്രശ്നവും ആർക്കും ഉണ്ടായില്ല. എവിടെയാണ് നമ്മുടെ നാട്ടിലെ ആചാര സംരക്ഷകർ? എവിടെയാണ് വിശ്വാസികളെ സംരക്ഷിക്കാൻ വരുന്നവർ? സംഘപരിവാറിന്റെ അടിവസ്ത്രം വരെ കഴുകി വെളുപ്പിച്ചു കൊടുക്കുന്ന ഒരു വിദ്വാൻ ഉണ്ടല്ലോ നമ്മുടെ ഹൈക്കോടതിയിൽ. വഴിയെ പോകുന്ന കാര്യങ്ങളെല്ലാം ഇടതുപക്ഷത്തിനെതിരെയാണെങ്കിൽ കോടതിയിലേക്ക് വലിച്ചുവാരി കൊണ്ടുവന്ന് പുരപ്പുറത്ത് കയറി വിളിച്ചു പോകുന്ന അങ്ങോരെവിടെ പോയി? കാശിക്ക് പോയോ? ഒരാളെയും കണ്ടില്ലല്ലോ, മാധ്യമങ്ങളെ കണ്ടില്ലല്ലോ, നവമാധ്യമക്കാർ എവിടെയും ചെന്ന് ഇന്റർവ്യൂ എടുത്തില്ലല്ലോ. യഥാർത്ഥത്തിൽ വടക്കുനാഥനുമായി ബന്ധപ്പെട്ട് അവിടെ കഴിയുന്ന, പ്രാർത്ഥിക്കുന്ന ഭക്തരായ മനുഷ്യർക്ക് വലിയ മുറിവാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഘപരിവാറിന്റെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇരട്ടത്താപ്പ് എന്നതൊരു പ്രയോഗമാണ്. അതിൻ്റെ ഒക്കെ അപ്പുറത്താണ് സംഘപരിവാറിന്റെ രീതികൾ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ തൃശ്ശൂർ സന്ദർശനം എന്ന് പറയുന്നത്.